ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ത്രിഫലപ്പൊടി എന്ന അല്ലെങ്കിൽ ത്രിഫല ചൂർണം എന്ന മരുന്നിനെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മലബന്ധം, ഗ്യാസ് ട്രബിള്, അസിഡിറ്റി. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടി, ആ ഭക്ഷണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കൂടി, അതിൽ കൂടി ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ കൂടി ഉണ്ടാകുന്ന വയറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങളും. മലബന്ധം ഉണ്ടാക്കുന്നു, ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ അസിഡിറ്റി ഭയങ്കരമായ രീതിയിൽ നമുക്കുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് നോൺ വെജ് സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലാണ് എങ്കിൽ മലബന്ധം വളരെ രൂക്ഷമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണത്തിൽ കൂടി ഉണ്ടാകുന്ന മാറ്റമാണ്. അതേസമയത്ത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ അത് വളരെ കുറവായിരിക്കും. എന്നാൽ പോലും അതുണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ട വയറിൻ്റെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ ശരിയായ രീതിയിൽ നടക്കാതെ വരുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം. മലബന്ധം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്യാസ് ട്രബിൾ ഉണ്ടാകും. അത് വളരെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് വളരെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ അസിഡിറ്റി വളരെ രൂക്ഷമായ രീതിയിൽ അനുഭവപ്പെടുന്ന ആൾക്കാരുമുണ്ട്. നമ്മുടെ തൊണ്ട വരെ പുകയുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് അസിഡിറ്റി ഉണ്ടാകും. അപ്പം ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അതിനെല്ലാം പ്രതിവിധിയായിട്ട് അതിനുള്ള ഏറ്റവും നല്ല മരുന്നായിട്ട് മരുന്നായിട്ട് മാറുന്നത് ത്രിഫലയാണ്. ത്രിഫല എന്നതിന് നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ 3 ഫലങ്ങളാണ്: കടുക്ക, നെല്ലിക്ക, താന്നിക്ക. ഈ 3 ഫലങ്ങളും കൂടി പൊടിയാക്കി അല്ല ചൂർണമാക്കി നമ്മൾ കലശലായിട്ടുള്ള മലബന്ധം ഉണ്ടാകുന്ന സമയത്ത്, അസിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത്, ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അത് കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ സ്മൂത്തായിട്ടുള്ള മലശോധന ഉണ്ടാകും. അങ്ങനെ സ്മൂത്തായിട്ട് വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ട്രബിളും അതുപോലെ തന്നെ അസിഡിറ്റിയും പൂർണ്ണമായിട്ടും കുറയുകയും പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, മലബന്ധം, ഈ 3 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. രാവിലെ വയറ്റിൽ നിന്ന് വളരെ സ്മൂത്തായിട്ട് വളരെ ഫലപ്രദമായിട്ട് പോകുന്നില്ല എങ്കിൽ ആ ദിവസം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ദിവസമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ശമനമുണ്ടാകണമെന്നുണ്ടെങ്കിൽ, കലശലായിട്ട് മലബന്ധം അനുഭവപ്പെടുന്ന ആൾക്കാരാണ് എങ്കിൽ ത്രിഫല ചൂർണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏക പ്രതിവിധി. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ രീതിയും കൂടി ഒന്ന് മാറ്റുക. നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ നോൺ വെജ് കഴിക്കുന്ന രീതി പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് പഴവർഗ്ഗങ്ങൾ, പച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന സാലഡ് ഐറ്റങ്ങൾ, അങ്ങനെയുള്ള ഐറ്റങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ വയറിൻ്റെ അവസ്ഥ ഒന്ന് ക്രമീകൃതമായ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. രോഗമുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ ആയിരിക്കണമെന്നും, അതോടൊപ്പം തന്നെ നമ്മൾ വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്നുമൊക്കെ നമ്മുടെ പ്രകൃതി ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എല്ലായ്പ്പോഴും വളരെ കർശനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഫാസ്റ്റിങ്ങും അതിൻ്റെ കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വയറിന് ഒന്ന് ഫ്രീ ആയിട്ട് വയറിന് ഒരു ദിവസം ഒന്ന് ഇരിക്കുന്നതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് കലശലായിട്ട് രോഗിയായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയം വരെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും
നമ്മൾ അനുസരിക്കുന്നതിന് തയ്യാറുള്ള ആൾക്കാരല്ല. എന്നാൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണ രീതി ഒന്ന് ക്രമീകൃതമായിട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിച്ചാൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പ്രമേഹ രോഗികളാണ് എങ്കിൽ അവരൊരു പരിധിവരെ ഒരു ചിട്ടയിലേക്ക് വരുന്നതിന് ഭൂരിഭാഗം ആൾക്കാർക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ സാധിക്കുന്നില്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ശോചനീയം. ഭക്ഷണ രീതിയിൽ ആവശ്യത്തിലുള്ള മാറ്റം വരുത്തുക. അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ അരി, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നേരത്തെ അരി കഴിച്ചിട്ടുണ്ടെല്ലാണ് പ്രമേഹം എന്ന് പറയുമായിരുന്നു. അങ്ങനെയുള്ളൊരു ഗോതമ്പിലേക്ക് മാറി. ഇപ്പോൾ ഗോതമ്പ് കഴിച്ചാലും പ്രമേഹമാണ്, കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല എന്നറിയുമ്പോൾ അവരെല്ലാം അരി, ഗോതമ്പ് ഒന്ന് ഒഴിവാക്കി അവരെല്ലാം മില്ലറ്റിലേക്ക് വരുന്നു, ചെറുധാന്യങ്ങളിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മൾ പണ്ടും നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം വളരെ ശക്തമായിട്ട് പ്രമേഹ രോഗത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ മില്ലറ്റിലേക്ക് അവരുടെ ഭക്ഷണ രീതി ഒന്ന് മാറ്റുക തന്നെയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അവർ പച്ചക്കറികൾ ഏത് വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം, ഉപയോഗിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കാം, പഴങ്ങൾ ഒരു പരിധിവരെ ചെറിയ അളവിൽ പഴങ്ങൾ കഴിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുമ്പോൾ തന്നെ അവരുടെ രോഗത്തെ ഒരു പരിധിവരെ അവർക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. ആ നിയന്ത്രണത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ ഓരോ അവയവങ്ങളെയും നിർജ്ജീവമാക്കുന്ന അവസ്ഥയിലേക്ക്, നമ്മുടെ നിത്യരോഗിയാക്കുന്ന അവസ്ഥയിലേക്ക് പ്രമേഹം എന്ന രോഗം നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രമേഹം ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മില്ലറ്റ് അതുപോലുള്ള സാധനങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. അപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, മായമില്ലാത്ത മില്ലറ്റ് എവിടെ കിട്ടും എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ മായം ഇല്ലാതെ കഴിക്കേണ്ട, മരുന്നായിട്ട് കഴിക്കേണ്ട സാധനമാണ് മില്ലറ്റ്. പക്ഷേ അതിനകത്താണ് ഏറ്റവും കൂടുതൽ മായം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മില്ലറ്റ് മാത്രമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എങ്കിൽ പോലും അവരുടെ രോഗത്തിന് ശമനം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ദുരവസ്ഥ, അല്ലെങ്കിൽ ഖേദകരമായ ഒരവസ്ഥ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മലയാളികളിൽ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവവിശേഷം തന്നെയാണ്. കള്ളന്മാരിൽ അഗ്രഗണ്യരാണ് നമ്മൾ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ മറ്റുള്ള സംസ്ഥാനത്തെ ആൾക്കാരെ എല്ലാം അവരാണ് കള്ളന്മാർ, അവരാണ് അഴിമതിക്കാർ, അവരാണ് കൊള്ളക്കാർ എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്തും നമ്മൾ വിസ്മരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സ്വഭാവത്തിൽ സമീപകാലത്ത് ആയിട്ട് വന്നിരിക്കുന്നൊരു മാറ്റം, എനിക്ക് എങ്ങനെയും പണം ഉണ്ടാക്കണം, ആരെ എങ്ങനെ ദ്രോഹിച്ചാലും കുഴപ്പമില്ല എന്നുള്ള വ്യവസ്ഥ. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ആ ഒരു അവസ്ഥ മാറ്റുന്നതിന്, നമുക്ക് താൽക്കാലികമായിട്ടുള്ള ശമനം ഉണ്ടാക്കി തരുന്നതിന് ത്രിഫലപ്പൊടി വളരെ കൂടുതൽ സഹായിക്കും എന്നുള്ള കാര്യത്തിലേക്കാണ് ഞാൻ പറയാൻ വന്നത്. ശാശ്വതമായ പരിഹാരത്തിന് നമ്മൾ ക്രമീകൃതമായ ഒരു ഭക്ഷണ രീതിയിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. ഇപ്പോൾ നമ്മൾ വയറിളക്കുന്ന രീതി, എനിമ വെക്കുന്ന രീതി എന്നൊക്കെ പറയുന്നവരുള്ളൊരു കാര്യമാണ് നമ്മുടെ ത്രിഫലപ്പൊടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ത്രിഫലപ്പൊടി മലബന്ധം ഒഴിവാക്കുന്നതിന്, ഗ്യാസ് ട്രബിൾ ഇല്ലാതാക്കുന്നതിന്, അതുപോലെ തന്നെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് വളരെ ഫലപ്രദമായ ഒരു മരുന്നായിട്ട് മാറുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പ്രത്യേകമായിട്ട് കൊണ്ടുവരുന്നു. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ത്രിഫലപ്പൊടി കലക്കി അത് പൂർണ്ണമായിട്ട് കുടിക്കുന്നതിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറുപുളി ചെറുമധുരം ആ രീതിയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. ചെറിയ ചവർപ്പും ഉണ്ടാവും. അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ ഒന്നും കഴിക്കരുത്. രാവിലെ മോഷൻ വളരെ സ്മൂത്ത് ആകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ ആ ദിവസം കഴിച്ചിരിക്കുന്ന 1 ടീസ്പൂൺ എന്നുള്ള ത്രിഫലപ്പൊടിയുടെ അളവ് നിങ്ങളിൽ ഏൽക്കുന്നില്ല എങ്കിൽ അടുത്ത ദിവസം 2 ടീസ്പൂണിലേക്ക് മാറ്റുക. സാധാരണ ഇത് 2 ടീസ്പൂണ് ഫലപ്രദമായി
ആകുന്ന ഒരളവായിരിക്കും. ഇനി അതും പറ്റുന്നില്ല എങ്കിൽ 2.5 ടീസ്പൂണിലേക്ക്, ഒറ്റയടിക്ക് 3 ടീസ്പൂണിലേക്ക് ഞാൻ മാറ്റാൻ പറയില്ല. 2.5 ടീസ്പൂണ് അല്ലെങ്കിൽ പരമാവധി 3 ടീസ്പൂണ്, ഒരു 15 ഗ്രാമിൽ കൂടുതൽ നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ കഴിച്ച് അടുത്ത ദിവസം നമുക്ക് മോഷൻ വളരെ സ്മൂത്തായിട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ മലബന്ധം ഒരു സൈഡിൽ പരിഹരിക്കപ്പെട്ടു. പൂർണ്ണമായിട്ട് ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്, താൽക്കാലികമായിട്ട്. അതോടൊപ്പം തന്നെ മലബന്ധം ഇല്ലാതാകുന്നു എന്നുള്ളത് കൊണ്ട് ഗ്യാസ് ട്രബിൾ ഇല്ലാതാകും, അതോടൊപ്പം തന്നെ അസിഡിറ്റിയും ഇല്ലാതാകും. അപ്പോൾ ഈ രീതിയിലാണ് ത്രിഫലപ്പൊടി കഴിക്കേണ്ടത്. ത്രിഫലപ്പൊടിക്ക് ഭക്ഷണത്തിൽ വളരെ വളരെ ചിട്ടയായിട്ടുള്ള ഒരു രീതി സ്വീകരിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മലബന്ധവും അസിഡിറ്റിയും ഗ്യാസ് ട്രബിളും ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും നല്ല മരുന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധനമാണ് ത്രിഫലപ്പൊടി. ത്രിഫല ചൂർണം എന്ന പേരിലും ത്രിഫലപ്പൊടി അറിയുന്നുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ത്രിഫല ചൂർണം എന്നാണ് പറയുന്നത്. കാരണം ആയുർവേദ മരുന്നുകളുടെ പേരുകളിൽ പറയുന്നത് ചൂർണം എന്നാണ് പറയുന്നത്, ത്രിഫലപ്പൊടി എന്നായിരിക്കില്ല. സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പാക്കറ്റുകളിലൊക്കെ ആണെങ്കിൽ ത്രിഫലപ്പൊടി എന്ന് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെല്ലാം കഴുകി ഉണക്കിയെടുക്കേണ്ട സാധനങ്ങളാണ്. കഴുകി ഉണക്കിയെടുക്കുന്ന സമയത്ത് ഒരു 30% വേസ്റ്റ് പോകും. അങ്ങനെ വേസ്റ്റ് ആകുന്ന സമയത്ത് അത് വിതരണത്തിനെത്തിക്കുന്ന ആൾക്കാരുടെ ലാഭം കുറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്ന ആ ഒരു പരിപാടിയിലേക്ക് പലരും പോകാറില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോസിലുള്ള ഏറ്റക്കുറച്ചിൽ കഴിക്കുന്ന ആൾക്കാരിൽ കാര്യമായ ഫലപ്രാപ്തി ഉണ്ടാക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും വിശ്വസനീയമായ ആയുർവേദ മരുന്ന് കടകളിൽ നിന്ന് ഇത് മേടിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും ഹൈപ്പ് ഉണ്ട് എങ്കിൽ അതുകൂടി ഒന്ന് അമർത്തുക. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.